പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മാധുര്യമുള്ള നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് സൂം പ്ലാറ്റ്ഫോമിലൂടെ രാവിലെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി കൂടി വരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവം നൽകുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. സൂമിലൂടെ ദൈവവചനം വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, യൂട്യൂബിലൂടെ ഈ വചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കുമുള്ള ക്രൈസ്തവ അഭിവാദ്യങ്ങൾ, വന്ദനങ്ങൾ പ്രഭാതത്തിൽ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ആയിരിക്കുന്നിടത്ത് ശ്രേഷ്ഠമായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് ആശീർവദിക്കുന്നു. രാവിലെ സമയം ഒട്ടും കളയാതെ നമുക്ക് തിരുവഴുത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 41-ാം വാക്യം. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. ഇവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. 41-ാം വാക്യത്തിന്റെ അവസാനത്തെ ഒരു സെന്റൻസ് കർത്താവ് 2 പ്രാവശ്യം മാർത്തയെ മാർത്തയെ എന്ന് പേര് വിളിക്കുകയാണ്. ബൈബിളിൽ 2 പ്രാവശ്യം പേര് വിളിച്ചാൽ വളരെ പ്രധാനമാണ്. ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചതുപോലെ 2 പ്രാവശ്യം കർത്താവ് മാർത്തയെ മാർത്തയെ എന്ന് വിളിച്ചിട്ട് അവളോട് പറയുകയാണ്, പലതിനെ കുറിച്ചോർത്ത് വിചാരപ്പെട്ട് ആ വിചാരം അതിന്റെ ക്ലൈമാക്സിൽ എത്തിയിരിക്കുകയാണ്. ആ ക്ലൈമാക്സ് നിന്റെ മനം കലക്കിയിരിക്കുകയാണ്. ഒരു വീടിനകത്ത് മനം കലങ്ങിയിരിക്കുന്ന മാർത്തയുടെ ഒരു ചിത്രമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യ സഹജമായി സംഭവിക്കുന്ന ഒരു വിഷയമാണ് മനം കലങ്ങുക. മനം കലങ്ങുന്നതിന് ഒരു കാരണമാണ് പലതിനെ ചൊല്ലിയുള്ള വിചാരം. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറയുന്നത്. ഫിലിപ്പ് ലേഖനത്തിൽ പൗലോസും പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. കാരണം വിചാരപ്പെടാൻ തുടങ്ങിയാൽ അതിന്റെ അവസാനം മനം കലങ്ങുന്ന അനുഭവത്തിലാണ് എത്തുന്നത്. വിചാരങ്ങൾ നിങ്ങളെ മനം കലക്കും. ആകയാൽ മനം കലങ്ങുന്ന അനുഭവത്തിലുള്ളവരോടുള്ള ഒരു സന്ദേശമാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ 12 പേർ, അവരോടും കർത്താവ് ഇതേ കാര്യം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. സ്തോത്രം. കർത്താവ് ആഴത്തിൽ അവരോട് പറഞ്ഞു, താൻ ഈ ഭൂമി വിട്ടു പോകുകയാണ്. കഴിഞ്ഞ 33.5 വർഷം താൻ ഈ ഭൂമിയിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 3.5 വർഷം താൻ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ താൻ പോകാറായപ്പോൾ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ മനം കലങ്ങാതെ ജീവിക്കാൻ പറ്റൂ. എവിടെങ്കിലും ഒരു ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ചെറിയ സുഷിരങ്ങൾ വീണാൽ മതി, മനസ്സ് കലങ്ങിക്കൊണ്ടിരിക്കും. സ്തോത്രം. പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസും ഇതേ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടേണ്ടി വന്നാലും അവരുടെ ഭീഷണിയിൽ നിങ്ങൾ കലങ്ങിപ്പോകരുത് എന്ന് പത്രോസ് ലിഹായും പറയും. അപ്പോൾ
മനം കലങ്ങുക എന്നുള്ളത് ഗൗരവമുള്ളൊരു വിഷയമാണ്. എന്തുകൊണ്ടാണ് ഇതൊരു ഗൗരവമുള്ള വിഷയമാകുന്നത്? സ്തോത്രം. മനം കലങ്ങിപ്പോയാൽ അത് നമ്മുടെ വ്യക്തിത്വത്തെയും നമ്മുടെ ആത്മീകതയെയും എല്ലാം ബാധിക്കും. പിശാചിന്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജിയാണ് നമ്മുടെ മാനസിക മണ്ഡലത്തെ ടോർച്ചർ ചെയ്യുക, തളർത്തുക എന്നുള്ളത്. അങ്ങനെ നമ്മുടെ മനം കലങ്ങിയാൽ അത് നമ്മുടെ ആത്മീകതയും ബാധിക്കും, നമ്മുടെ വ്യക്തിത്വത്തെയും ബാധിക്കും. സ്തോത്രം. അതുകൊണ്ട് ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ എല്ലാ വിചാരങ്ങളോടും വിട പറഞ്ഞ് കലങ്ങിയിരിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ സുരക്ഷിതമായി വിടുവിക്കുവാൻ നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആധികാരികമായി ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. ഇവിടെ ബഥാനിയിൽ കർത്താവിനേറെ അടുപ്പമുള്ള ഒരു ഭവനമാണ് മാർത്തയുടെയും മറിയയുടെയും ഭവനം. എനിക്ക് തോന്നുന്നു ബഥാനിയ അറിയപ്പെടുന്നത് തന്നെ ഇവരുടെ പേരിലാണ്. ബഥാനിയ പട്ടണത്തിൽ നിരവധി പ്രമുഖന്മാരുണ്ടായിരുന്നു. പക്ഷേ കർത്താവിന് ഭക്ഷണം കഴിക്കാനും കർത്താവിന് റെസ്റ്റ് എടുക്കാനും കർത്താവിനെ ആദരിച്ച കുടുംബത്തെയാണ് ദൈവം ആ പട്ടണത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തും. മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായ ബഥാനിയ. രണ്ട് സഹോദരിമാരാണ് അവിടെ ഉള്ളത്, മാർത്തയും മറിയയും. അവർക്കൊരു ബ്രദർ ഉണ്ടായിരുന്നു, ലാസർ. സ്തോത്രം. ലാസറിനെ മാറ്റി നിർത്തി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, ഈ രണ്ട് സഹോദരിമാർ ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിലും ഇവരുടെ ആത്മീക നിലവാരം രണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്ന ആളുകളെ പള്ളിഭ്രഷ്ടരാക്കും എന്നുള്ള ഒരു നിയമം എന്നുള്ളൊരു പറച്ചിലുണ്ടായിരുന്ന സമയത്താണ് ഇവർ സധൈര്യം യേശുവിനെ തങ്ങളുടെ വീട്ടിൽ കൈക്കൊണ്ടത്. സ്തോത്രം. ഇനി അത് മാത്രമല്ല, ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് ക്വാളിറ്റികളാണുള്ളത്. മാർത്തയെ നമുക്ക് ഒട്ടും ചെറുതാക്കാൻ പറ്റുകയില്ല. കാരണം യേശുവിനും 12 ശിഷ്യന്മാർക്കും സംതൃപ്തി വരുന്നിടം വരെ ഭക്ഷണം കൊടുക്കുവാൻ അവരെ കരുതിയ ഒരു ആളാണ് മാർത്ത. ചെറിയ കാര്യമല്ല 12 പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. സ്തോത്രം. അപ്പോൾ മറിയയ്ക്ക് ഉണ്ടായിരുന്നൊരു ക്വാളിറ്റിയാണ് കിട്ടുന്ന സമയമെല്ലാം കർത്താവിന്റെ കാൽപാദത്തെങ്കിൽ നിന്ന് നല്ല അംശം ദൈവവചനത്തിന്റെ വിത്തുകൾ പറക്കിയെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് ആത്മീക നിലവാരമാണ്. ഒരു വീട്ടിലാണെങ്കിലും രണ്ട് ആത്മീക നിലവാരം അങ്ങനെ ഉണ്ടാകാം. പല വീടുകളിൽ ചിലപ്പോൾ ഭർത്താവിന്റെ ആത്മനിലവാരമല്ല ഭാര്യയ്ക്ക്, ഭാര്യയുടെ അല്ല ഭർത്താവിന്, ഇവരുടെ ആയിരിക്കണമെന്നില്ല കുഞ്ഞുങ്ങൾക്ക്. എന്നാൽ ഇവിടെ കർത്താവിനും 12 ശിഷ്യന്മാർക്കും ഭക്ഷണം വേണ്ടുവോളം കൊടുത്ത് സംതൃപ്തിപ്പെടുത്തിയ മാർത്തയെ, സ്തോത്രം, ഞാനൊന്ന് ഒബ്സർവ് ചെയ്തപ്പോൾ കണ്ട ഒരു വിഷയമാണ് മനം കലങ്ങിയിരിക്കുന്ന മാർത്ത. കർത്താവ് ഇത് ഇവളോട് പറയാൻ കാരണം, ഇവളൊരു പരാതിയും കൊണ്ട് കർത്താവിന്റെ അടുത്ത് വന്നു. ആ പരാതിയുടെ പശ്ചാത്തലത്തിൽ കർത്താവ് കൊടുക്കുന്ന മറുപടിയാണ് നമ്മൾ വായിച്ച വാക്യം. നമുക്ക് സുപരിചിതമാണ് ആ പരാതി. സ്തോത്രം. പരാതി മറ്റൊന്നിനെ കുറിച്ചുമല്ല, തൻ്റെ സഹോദരിയായ മറിയെക്കുറിച്ചാണ്. എന്താണ് പരാതി? 40-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുകയാണ്. എന്നെ സഹായിക്കാൻ അവളോട് കൽപ്പിക്കണം. താൻ ഒറ്റയ്ക്കാണ് ഇവിടെ കിടന്ന് അധ്വാനിക്കുന്നത്, താൻ ഒറ്റയ്ക്കാണ് ഇവിടെ കിടന്ന് ശുശ്രൂഷിക്കുന്നത്. എന്നെ അവൾ അതിന് തനിച്ചു വിട്ടിരിക്കുക.
എന്നെ സഹായിക്കാൻ നീ പറയണം. കർത്താവിന്റെ കാൽപാദത്തിൽ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്ന മറിയെക്കുറിച്ച് സ്വന്തം സഹോദരി മാർത്തയുടെ പരാതി യേശുവിന്റെ കാതിൽ വന്നപ്പോൾ യേശു പറഞ്ഞ മറുപടിയാണ്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കും. ഒരു 100 ഗുണങ്ങൾ പറയാൻ മാർത്തയ്ക്കുണ്ട്. പക്ഷേ അവൾക്കുള്ള ഈ ഒരു ന്യൂനത അവളുടെ എല്ലാ ക്വാളിറ്റീസിനെയും നിർവീര്യമാക്കുന്നതായിപ്പോയി. നമുക്ക് 100 ഗുണങ്ങൾ നമ്മളിൽ പറയാൻ കാണും, സ്തോത്രം. എന്നാൽ നമ്മളിൽ മറഞ്ഞു കിടക്കുന്ന ചെറിയ ചില പ്രശ്നങ്ങൾ നമ്മുടെ 100 ഗുണങ്ങളെ നിർവീര്യമാക്കുന്നതായിരിക്കും. ആകയാൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടുന്ന വിഷയത്തെ ഗൗരവമായി കണ്ട് പരിഹരിക്കേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ ഈ മിനിറ്റുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സന്ദേശത്തിലൂടെ തിരുത്തുകയാണ്. എന്താണ് മറിയയിൽ കർത്താവ് ഇത്ര ഗൗരവമായി പറഞ്ഞത്? നിന്റെ മനം കലങ്ങരുത് എന്ന്. മനം കലങ്ങിയാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്താണ് മനം കലങ്ങിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ? സ്തോത്രം. നമുക്ക് ഒന്ന് ചിന്തിക്കാം. സ്തോത്രം. ഒന്നാമത്തെ പ്രശ്നം, മനം കലങ്ങിയാൽ കുഴങ്ങുന്ന അനുഭവം ഉണ്ടാകും. കുഴങ്ങുന്ന അനുഭവം ഉണ്ടാകും. നമ്മൾ വായിച്ച 40-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട്. ആ പദം വളരെ ശ്രദ്ധേയമാണ്. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട്. അപ്പോൾ മനം കലങ്ങരുതെന്ന് കർത്താവ് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, മനം കലങ്ങിയാൽ കുഴങ്ങുന്ന അവസ്ഥയുണ്ടാകും. കുഴങ്ങുക എന്നതിന് ഡിസ്ട്രാക്റ്റഡ് എന്ന ഒരു പദമാണ് ആംഗലേയ ഭാഷയിൽ കൊടുത്തിരിക്കുന്നത്. ഡിസ്ട്രാക്റ്റഡ് എന്ന ഒരു പദമാണ്. അതിന്റെ അർത്ഥം സംഭ്രമം അല്ലെങ്കിൽ ഭ്രാന്ത് എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ അതിനുണ്ട്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, മറ്റൊരു ഭാഗത്ത് അതിഭാരം കയറ്റുക എന്നും ഉള്ള അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ മനം കലങ്ങിയാൽ സംഭ്രമമുണ്ടാകും, അതിഭാരം കയറ്റിയിരിക്കുന്ന അനുഭവം ഉണ്ടാകും, ഭ്രാന്ത് പിടിച്ചതുപോലുള്ള അവസ്ഥയുണ്ടാകും. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആരോടാണ് സംസാരിക്കുന്നത്, ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നൊന്നുമുള്ള യാതൊരു വിധമായ ബോധവുമില്ലാത്തൊരു അനുഭവം ഉണ്ടാവുക. മാർത്തയ്ക്ക് ഇത് ആരോടാ താൻ ഈ പറയുന്നത്? സർവജ്ഞാനിയായ ദൈവത്തെ. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? സ്വന്തം സഹോദരിയെ കുറിച്ച്. സ്തോത്രം. ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. മനസ്സ് കലങ്ങിയാൽ ഒരു വിഭ്രാന്തി പോലെയാണ് ചിലർക്ക്. ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുന്നു, മനം കലങ്ങാതിരിക്കാൻ വളരെ സൂക്ഷിക്കണം. മനം കലങ്ങിയാൽ പിടിച്ചു നിർത്താൻ കഴിയാത്ത ചില കുഴങ്ങലുകൾ, സംഭ്രമങ്ങൾ, അതിഭാരം അനുഭവിക്കുന്ന അവസ്ഥകൾ, ഭ്രാന്തകരമായ അനുഭവങ്ങൾ ലൈഫിൽ സംഭവിക്കും. എന്നാൽ ഇന്ന് രാവിലെ നിന്റെ മനസ്സ് കലങ്ങിയിരിക്കുന്ന, നിന്നെ വിവിധ വിചാരങ്ങളാൽ നിന്റെ മനത്തെ കലക്കിയിരിക്കുന്ന സകല വിഷയത്തിന്മേതും പരിഹാരം തരാൻ ഇന്ന് രാവിലെ നമ്മുടെ കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. അവൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഈ രാവിലെ നിന്റെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾക്ക് നിശ്ചയമായി മറുപടി തരുന്ന ദൈവമാണെന്ന്
പരിശുദ്ധാത്മാവ് പേഴ്സണലി ചിലരോട് സംസാരിക്കുകയാണ്. സ്തോത്രം. ഇനി രണ്ട്, മനസ്സ് കലങ്ങിയാൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ പ്രശ്നം. സ്തോത്രം. അത് 10-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ, തനിച്ചാണെന്നുള്ള ഒരു തോന്നൽ മനം കലങ്ങിയാൽ ഉണ്ടാകും. സ്തോത്രം. എന്നെ തനിച്ചു വിട്ടിരിക്കുന്നു എന്നുള്ളൊരു പരാതിയാണ് യേശുവിന്റെ അടുക്കൽ മാർത്ത കൊണ്ടുവരുന്നത്. ഒത്തിരി പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പാസ്റ്ററെ ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ തനിച്ചാണ്. മനം കലങ്ങിയതിൽ നിന്ന് വരുന്ന ചില പ്രയോഗങ്ങളാണ്. ലോകാവസാനത്തോളം ഞാൻ കൂടെ ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഉള്ളവരാണ്, അപ്പനും അമ്മയും ഒക്കെ ഉള്ളവരാണ്. പക്ഷെ പറയുന്നു ഞാൻ തനിച്ചാണ്. സ്തോത്രം. ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുകയാണ് മാർത്തയ്ക്ക്. സ്തോത്രം. പണ്ട് പ്രവാചകന്മാരുടെ പ്രതിനിധിയായ ഏലിയാവ്, കാലഘട്ടം കണ്ട കരുത്തനായ പ്രവാചകൻ, അദ്ദേഹത്തിനും ഇതേപോലൊരു തോന്നലുണ്ടായി, ഞാൻ ഒറ്റയ്ക്കാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 14-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരുത്തനേ ഉള്ളൂ, ഞാൻ തനിച്ചാണ്. സ്തോത്രം. തനിക്കും ഇതുപോലൊരു അവസ്ഥയുണ്ടായി, മനം കലങ്ങിയപ്പോൾ ഉണ്ടായതാണ്. ഇന്ന് രാവിലെ കർത്താവ് പറയുന്നു, നീ തനിച്ചല്ല, അവരോട് കൂടെ ഉള്ളതിനേക്കാൾ നിന്നോട് കൂടെ ഉള്ളവൻ വലിയവനാണ്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നീ ഒറ്റയ്ക്കല്ല, നീ ഏകയല്ല. നിന്റെ ഏത് വിഷയത്തിലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരുവൻ നിന്റെ കൂടെ ഉണ്ട്. നിന്റെ ഫാമിലി ഫ്രണ്ട്സ് മാറിയാലും, ബ്ലഡ് റിലേഷൻസുകൾ മാറിയാലും, ഏറ്റവും അടുത്ത ആളുകൾ ഒക്കെ മാറിപ്പോയാലും, മരണം വരെ അല്ലെങ്കിൽ കാഹളധ്വനി വരെ മാറാതെ നിൽക്കുന്ന ഒരുവൻ നിനക്കുണ്ട്. അതുകൊണ്ട് എല്ലാ ഓർഫൻ സ്പിരിറ്റുകളെയും പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ റിമൂവ് ചെയ്യുകയാണ്. മനം കലങ്ങരുത്. മനം കലങ്ങിയാൽ ഉണ്ടാകുന്ന മൂന്നാമത്തെ വിഷയം, 40-ാം വാക്യത്തിൽ ആ സഹോദരി ചോദിക്കുകയാണ്, എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അപ്പോൾ മനസ്സ് കലങ്ങിയാൽ ഉണ്ടാകുന്ന മൂന്നാമത്തെ വിഷയം, കർത്താവിന് വിചാരമില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകും. എത്രയോ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതിൽ കൂടുതൽ എങ്ങനെ പ്രാർത്ഥിക്കും, ഇതിൽ കൂടുതൽ എങ്ങനെ ഉപവസിക്കും, ആ ദൈവത്തിന് വേണ്ടായിരിക്കും നമ്മളെ എന്നൊക്കെ. നീ ദൈവത്തിന് വളരെ പ്രീഷ്യസ് ആയ ആളാണ്. നിന്റെ മനസ്സിനകത്തെ കലക്കമാണ് നിന്നെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് കർത്താവിന് നിന്നെ കുറിച്ച് വിചാരമില്ലത്. കർത്താവ് നിന്നോട് പറയുന്നത്, എനിക്ക് നിന്നെ കുറിച്ചുള്ള വിചാരങ്ങൾ അധികമാകുന്നു. പണ്ട് കാറ്റും തിരമാലയിലും പെട്ട് മനം കലങ്ങിയ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലേ? പത്രോസേ, യോഹന്നാനെ, യാക്കോബേ, കടലിന്റെ മീതെ നടക്കാൻ കപ്പാസിറ്റി ഉള്ള ഞാൻ നിന്റെ ഈ മീനിന്റെ ഉളുമ്പ് നാറുന്ന പടകിന്റെ അമരത്ത് വന്നിരുന്ന് ഉറങ്ങാൻ കാരണം എനിക്ക് നിന്നെ കുറിച്ച് വിചാരമുള്ളത് കൊണ്ടാണ്. ഈ കർത്താവ് ഉറങ്ങിയത് എവിടാന്നറിയോ? അമരത്തിരുന്ന. അമരത്തിന്റെ പ്രത്യേകത, പൗലോസ്ലിഹ പോയ കപ്പൽ തകർന്നപ്പോൾ ആദ്യം തകർന്ന അമരമാണ്. ഈ കാറ്റോ തിരമാലയോ വീശി നിന്റെ പടക് തകർന്നാൽ ആദ്യം തകരാൻ സാധ്യതയുള്ള അമരത്താ കർത്താവ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ
ഈ കാറ്റോ തിരമാലയോ നിന്റെ പടകിൽ കയറി അടിക്കാൻ വന്നാൽ ആദ്യം എന്നെ തകർക്കട്ടെ, ശേഷമേ നിങ്ങളെ തൊടാൻ കഴിയൂ. ഇന്ന് രാവിലെ ഇത്ര നല്ല പ്രൊട്ടക്ഷൻ നൽകുന്ന, തകരാൻ സാധ്യതയുള്ള ഇടത്ത് താൻ ഇരുന്നതിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ഈ രാവിലെ മനം കലങ്ങരുത്. കർത്താവിന് നിന്നെ കുറിച്ച് വിചാരമുണ്ട്. ചില കാറ്റുകളും കോളുകളും കർത്താവ് നിന്റെ ലൈഫിൽ അനുവദിക്കാൻ കാരണം അവന് നിന്നെ കുറിച്ച് വിചാരമുണ്ടെന്ന് ഒന്നുകൂടെ നിന്നെ തെളിയിക്കാനാണ്. മനം കലങ്ങിയാൽ കർത്താവിന് വിചാരമില്ല എന്നുള്ള തോന്നലുകൾ ഉണ്ടാകും. കർത്താവിന് ഈ കുടുംബത്തെക്കുറിച്ച് ഭയങ്കര വിചാരമാണ്. മാർത്തയുടെയും മറിയുടെയും കുടുംബത്തെക്കുറിച്ച് ഭയങ്കര വിചാരമാണ്. അത് കർത്താവ് തെളിയിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ യോഹന്നാന്റെ സുവിശേഷം 11, അവരുടെ സഹോദരൻ മരിച്ചപ്പോൾ കർത്താവ് വന്ന് ഉയർപ്പിച്ചത്. സ്തോത്രം. ഇന്ന് രാവിലെ ഇന്നലകളിൽ കർത്താവ് ചെയ്ത ഒത്തിരി വിടുതലുകൾ നീ മറന്നുപോയിട്ട് ചെറിയ വിഷയങ്ങളുടെ മുന്നിൽ നീ ഡിസ്റ്റർബായി കർത്താവിന് വിചാരമില്ലെന്ന് പറയരുത്. അവന് വിചാരമുണ്ടെന്ന് തെളിയിക്കുന്ന എത്രയോ കാര്യങ്ങൾ അവൻ നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ സമയം മനം കലങ്ങരുത് സഹോദര, മനം കലങ്ങരുത് സഹോദരി, മനം കലങ്ങരുത് കർത്തൃദാസനെ. മനം കലങ്ങിയാൽ ഉണ്ടാകുന്ന നാലാമത്തെ കാര്യം അതുകൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിക്കും. 40-ാം വാക്യത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നു, എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും. സഹായിപ്പാൻ ആരുമില്ല എന്നൊരു തോന്നൽ. മനം കലങ്ങിയാൽ പിന്നെ ആരും സഹായിപ്പാനില്ല എന്നുള്ളൊരു പരാതി ഉണ്ടാകും. മാർത്ത പറയുന്നു, മറിയ വെറുതെ ഇരിക്കുകയാണ്, അവൾ എന്നെ സഹായിക്കുന്നില്ല. മനം കലങ്ങിയവർക്ക് എപ്പോഴും പരാതി മാത്രമേ ഉള്ളൂ പറയാൻ. ഈ പരാതി പറയുന്നവരുടെ പ്രധാന വിഷയം, പരാതി വരുന്നതേ മനം കലങ്ങിയതിൽ നിന്നാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, അവര് നോക്കിയായിരുന്നു ഞങ്ങൾ രക്ഷപ്പെടുത്തായിരുന്നു, ഇവര് നോക്കിയായിരുന്നു രക്ഷപ്പെടുത്തായിരുന്നു. നിന്നെ ഒരു ചെറു വിരൽ കൊണ്ട് ഒരാൾ സഹായിക്കണമെങ്കിൽ പോലും ദൈവം അവരോട് സംസാരിക്കണം. മനം കലങ്ങരുത്. പരാതികൾ അവസാനിപ്പിക്കുക. ആരും സഹായിക്കുന്നില്ലെന്നുള്ള പരാതികൾ. സഹായിക്കേണ്ട ആളായിരുന്നു അപ്പക്കാരനും പാനപാത്രവാഹകരും ഒക്കെ യോസഫിനെ, പക്ഷേ സഹായിക്കാന്ന് പറഞ്ഞ പുള്ളി മറന്നുപോയി. ശദ്രക്കും മേശക്കും അബേദ്നെഗോയൊക്കെ തീച്ചുളൽ വീഴുമ്പോൾ ദാനിയേൽ എവിടെയുണ്ട്? ദാനിയേലിന് വേണേ സഹായിക്കാമായിരുന്നു. പക്ഷേ ചിലരുടെ സഹായം വരാതിരിക്കുമ്പോഴേ യഹോവ എന്റെ ഇടയനാണെന്ന് നിനക്ക് പറയാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ സഹായം നീ അനുഭവിക്കണം. ഇന്ന് രാവിലെ നിന്നെ വിശ്വാസത്തിൽ ഒന്നുകൂടെ ഉറപ്പിക്കണമെങ്കിൽ കർത്താവിന്റെ സഹായം നീ എക്സ്പീരിയൻസ് ചെയ്യണം. ഇന്ന് രാവിലെ കൃപ പ്രാപിച്ച ദൈവജനം ആത്മാവിൽ വിളിച്ചു പറയുക, എന്നെ സഹായിപ്പാൻ കരുത്തനായ ഒരുവൻ എനിക്കുണ്ട്. നിന്നെ സഹായിപ്പാൻ നിനക്കിവിടെ നല്ല പരിശുദ്ധാത്മാവുണ്ട്. അവന്റെ പേര് തന്നെ പാരാക്ലിറ്റോസ്, കാര്യസ്ഥൻ എന്നാണ്. അവൻ നിന്റെ നല്ല സഹായിക. നിനക്ക് എന്താവശ്യമുണ്ട് നീ അവനോട് റിക്വസ്റ്റ് ചെയ്യുക, ഹോളി സ്പിരിറ്റ് പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യുക എന്ന് നീ റിക്വസ്റ്റ് ചെയ്യുക. അവൻ നിന്നെ സഹായിക്കും. ഈ പറഞ്ഞതെല്ലാം, ഈ 4 കാര്യങ്ങളും മനം കലങ്ങിയാലുള്ള പ്രശ്നങ്ങളാണ്. ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ പറയാം, എന്തെല്ലാം വിഷയങ്ങൾ വന്നാലും നിങ്ങളുടെ മനം കലങ്ങാൻ നിങ്ങൾ സമ്മതിക്കരുത്. 57-ാം സങ്കീർത്തനം അതിന്റെ 6-7 വാക്യങ്ങൾ വായിച്ചാൽ, പ്രത്യേകിച്ച് 6-ാം വാക്യത്തിൽ മനസ്സിടിഞ്ഞു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിടിഞ്ഞു എന്ന് 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ 7-ാം വാക്യത്തിൽ പെട്ടെന്ന് പറയുക, എന്റെ മനസ്സുറച്ചിരിക്കുന്നു എന്ന്. മനസ്സിടിഞ്ഞു പോയാൽ ഒന്നും നടക്കത്തില്ല തന്നെ കൊണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എന്റെ മനസ്സ് ഉറച്ചിരിക്കുകയാണ്. മാർത്ത ഇവിടെ വിചാരിച്ചത് എന്താണ്? കർത്താവിന്റെ കാൽപാദത്തിൽ ഇരുന്ന് വചനം കേൾക്കുന്ന മറിയെ എങ്ങനെങ്കിലും കുത്തിപ്പൊക്കി
തന്നെ സഹായിക്കുന്നവളാക്കി തീർക്കുക എന്നുള്ളതാണ് മാർത്ത ഉദ്ദേശിച്ചത്. സ്തോത്രം. എന്നാൽ കർത്താവ് അത് അനുവദിച്ചില്ല. സ്തോത്രം. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന മറിയയെ അടുക്കളപ്പണിക്ക് ഇറക്കാൻ നോക്കിയ മാർത്തയെ കർത്താവ് തിരിച്ചറിവിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുന്നു, ബ്രദർ, മനസ്സിന് കലങ്ങാൻ അവസരം കൊടുക്കരുത്. മനസ്സ് കലങ്ങിയാൽ കുഴങ്ങിപ്പോകും. മനസ്സ് കലങ്ങിയാൽ തനിച്ചാണെന്ന് തോന്നിപ്പോകും. മനസ്സ് കലങ്ങിയാൽ സഹായത്തിന് ആരുമില്ല എന്ന് തോന്നിപ്പോകും. മനസ്സ് കലങ്ങിയാൽ സ്തോത്രം പലതും കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമില്ലെന്ന് തോന്നി. ആകയാൽ കുഴങ്ങുന്ന അനുഭവത്തിലേക്ക് വരാതിരിപ്പാൻ, തനിച്ചാണെന്നുള്ള ചിന്തയിലേക്ക് വരാതിരിപ്പാൻ, കർത്താവിന് വിചാരമില്ല എന്നുള്ള തോന്നലിലേക്ക് വരാതിരിപ്പാൻ, സഹായിപ്പാൻ ആരുമില്ല എന്നുള്ള ചിന്തയിലേക്ക് വരാതിരിപ്പാൻ, ഇത് നിന്റെ ഉള്ളിൽ കൂടുവെക്കാതിരിക്കാൻ നമുക്ക് ഇന്ന് രാവിലെ സമയം മനസ്സ് കലങ്ങാതിരിപ്പാൻ വിചാരങ്ങളോട് ബൈ പറയാം. ദൈവത്തിലും കർത്താവിലും വിശ്വസിക്കാം. കർത്താവിന്റെ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. നിങ്ങളെ സഹായിപ്പാൻ ഓൾമൈറ്റിയായ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ള ബോധ്യത്തോടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. തലകൾ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, നസറേനായ യേശുവിൻ നാമത്തിൽ ഈ വചനത്താൽ ഈ പ്രിയപ്പെട്ടവരെ അലങ്കരിക്കണമേ. കർത്താവിന്റെ കൃപ ഇവരെ അധികമായി മൂടട്ടെ. ഇന്നത്തെ സന്ദേശം അവരുടെ ഹൃദയത്തിന്റെ അന്തർഭാഗങ്ങളിൽ അവർക്ക് തണുപ്പും ആശ്വാസവുമാകേണ്ടതിനായി പ്രാർത്ഥിക്കും. എല്ലാ മഹത്വവും കർത്താവിന്. പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പ്രാർത്ഥനയും യാതനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട വചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്ത് ചാരത്തുമുള്ള എല്ലാ വിശുദ്ധന്മാരോടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത്തെ മേഘപ്രത്യക്ഷത വരെ ഇന്ന് വന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ജയന്ദ്രയ്ക്ക് പിതാവിനെ ശക്തിയോടെ ശ്രദ്ധിക്കാം. അല്ലേലൂയ, അല്ലേലൂയ, അല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും വന്ദനം, നന്ദി. കർത്താവ് വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.